ഹലോ എവരിവൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടോ? അത് ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചാണ് കേട്ടോ. ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ചെറിയൊരു എന്താ പറയുക ഇൻട്രൊഡക്ഷൻ തന്നതാണ്. അതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോനെ കുറിച്ചിട്ടാണ് ഞാൻ പറയണത്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഉള്ള ഒരു കുഞ്ഞു കുഞ്ഞു വഴികളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ 11 പ്രാവശ്യം എഴുതി വയ്ക്കുക, 55 പ്രാവശ്യം എഴുതുക എന്നൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. നമ്മൾ എന്തിനാണ് ഈ 11 പ്രാവശ്യവും 55 പ്രാവശ്യമൊക്കെ എഴുതുന്ന കാര്യം എന്താണെന്നറിയാവോ? നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു സബ് കോൺഷ്യസ് മൈൻഡുണ്ട്, ഉപബോധ മനസ്സ്. അപ്പോൾ ഈ ഒരു ഉപബോധ മനസ്സിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണം. നമ്മളൊരു വിത്ത് ഇട്ട് കൊടുക്കുന്ന പോലെ നമ്മുടെ ഈ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു ആഗ്രഹത്തെ ഇട്ട് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹമാണിത്. അത് നമ്മളിലേക്ക് ഇപ്പോൾ മുളച്ചു വന്നൊരു കാര്യമാണ്. എനിക്കിങ്ങനെ ആവണം, എനിക്കിങ്ങനെ ചെയ്യണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എഫോർട്ടൊന്നും എടുത്തിട്ടില്ല. നമ്മളങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു കഴിവുള്ള ആൾക്കാരുമല്ല. അപ്പോൾ നമ്മുടെ ശീലങ്ങളെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അറിയാം. നമ്മൾ രാവിലെ മുതൽ നമ്മൾ കിടക്കുന്നത് വരെ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു, നമ്മൾ എന്തെല്ലാം ചിന്തിക്കുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉപബോധ മനസ്സിനറിയാം. ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ഈ ഒരു ആശയം ഇട്ട് കൊടുക്കുമ്പോൾ അത് അംഗീകരിക്കണം. കാര്യം അത് മനസ്സിലാവണം, നമുക്കിത് ആവശ്യമുള്ളതാണ്, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നു എന്നൊക്കെ. അത് ഇട്ട് കൊടുക്കാനുള്ള ഒരു ടൈം പീരീഡാണ് ഈ 11 ദിവസം അല്ലെങ്കിൽ 5 ദിവസം നമ്മൾ ഇത്രയും ടൈം എഴുതുക എന്നുള്ളത്. നമ്മളത് ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു മൈൻഡ് വിചാരിക്കും, ഇവർക്കിത് ആവശ്യമാണ്, ഇവരിതിനു വേണ്ടി പ്രയത്നിക്കുകയാണ് എന്നുള്ളത് ഒരിത് വരും. പിന്നെ നമ്മൾ ഇതിനു വേണ്ടി ആഗ്രഹിക്കുകയാണ്, ഇതിനു വേണ്ടി ഇത് കിട്ടാൻ വേണ്ടി നമ്മുടെ ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അതിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് എത്തിച്ചു തരും. അതായത് നമ്മൾ പറയുന്ന ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് ദൈവമെന്ന് വിളിക്കാം. ഈ ദൈവം നമ്മുടെ പ്രാർത്ഥനയിലൂടെ അതിലേക്ക് എത്തിച്ചേരേണ്ട ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും. അപ്പോൾ ദൈവത്തിന് അറിയണം, ഞാനതാ പറഞ്ഞു, ദൈവത്തിന് ആദ്യം മനസ്സിലാക്കി കൊടുക്കണം, എനിക്കിത് ആവശ്യമുണ്ട്. ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണ് ഈ എഴുതി വയ്ക്കുക എന്നുള്ള ഈ ഒരു കാര്യം. അപ്പോൾ നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ ദൈവത്തിന് അറിയാം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവൻ ഇത് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ ഇവൾക്ക് ഇത് ആവശ്യമുണ്ട്, അപ്പോൾ ഇത് കാര്യം ഞാൻ ചെയ്തു കൊടുക്കേണ്ടതാണ്. അതിനുവേണ്ടി അവൻ എഫോർട്ട് എടുക്കുന്നുണ്ട്, അവൻ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ഇവൻ ആപ്ലിക്കേഷൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സ് പലതിലേക്കും നമ്മൾ വ്യതിചലിച്ച് പോകരുത്. വ്യതിചലിച്ച് പോകുമ്പോഴാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കാതെ വരുന്നത്. ഞാനിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു. അപ്പോൾ എൻ്റെ ജോലി, ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ ഒരു HR ആകണം, അല്ലെങ്കിൽ എനിക്ക് യൂറോപ്പ് എബ്രോഡ് പോകണം. അപ്പോൾ യൂറോപ്പിൽ എവിടെ എങ്ങനെ ഏത് അത് ഒരു ഫാക്റ്റാണ്. അപ്പോൾ എനിക്ക് യൂറോപ്പ് കൺട്രീസിൽ പോകണം, അല്ലെങ്കിൽ എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എനിക്കൊരു മാസം 2 ലക്ഷം രൂപ സാലറി വേണം. ഈ 2 ലക്ഷം രൂപ സാലറി എന്നുള്ളത് ഇപ്പോഴത്തെ സ്ഥിതിക്ക് എനിക്ക് കീറാമുട്ടിയാണ്. കാരണം എനിക്ക് നടക്കാൻ യാതൊരു ചാൻസും ഇല്ല. 2 ലക്ഷം രൂപയോ എന്ന് നമ്മൾ ചിന്തിക്കും. ഈ 2 ലക്ഷം രൂപ എന്നുള്ളത് ഇപ്പോഴത്തെ എൻ്റെ വരുമാനം വെറും ഒരു 20,000 ആയിരിക്കാം, അല്ലെങ്കിൽ 15,000 ആയിരിക്കും, അല്ലെങ്കിൽ 10 രൂപ ആയിരിക്കാം. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ പെട്ടെന്ന് ചാടിത്തുള്ളി പറയണത് 2 ലക്ഷം രൂപ വേണമെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും. നമ്മളിത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 ലക്ഷം രൂപ വേണം എന്നുള്ളത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ദൈവത്തിനോട്, നമ്മളുടെ ഈ എനർജിനോട് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണം. അതിനുള്ള റീസൺ പറയണം. 2 ലക്ഷം രൂപ ഇപ്പോൾ നമ്മളൊരു കൺസിസ്റ്റൻസി ആയിട്ട് ഒരു സാലറിയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ എന്നുള്ള ആ ഒരു സാലറിയിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമ്മുടെ ഒരു ആഗ്രഹമാണ്, വളരെ കാലത്തെ ആഗ്രഹമാണ്, ഇത്രയും കൂടി നല്ലൊരു സാലറി കിട്ടിയിരുന്നെങ്കിൽ, ഇത്രയും കൂടി നല്ലൊരു ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാത്ത മനുഷ്യരില്ലല്ലോ. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു പർട്ടിക്കുലർ തുക, എനിക്ക് ഇത്രയും ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ ഇത്ര വേണം എന്ന് നമ്മൾ പറയുന്നത് ആദ്യമായിട്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മളീ പറയുന്ന കാര്യം എനിക്ക് ആവശ്യമുണ്ട്, അതിന് എന്താണ് കാര്യം, എനിക്ക് ഈ പൈസ കിട്ടുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യണം, ഈ പൈസ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സേവിങ്സ് വേണമായിരിക്കും, നമുക്ക് നല്ലൊരു വീട് വേണമായിരിക്കും, നമ്മുടെ ഫിനാൻഷ്യൽ ഭദ്രത അത് വേണമായിരിക്കും, നമ്മുടെ കുട്ടികളെ നല്ലൊരു സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കണമായിരിക്കും, ഇല്ലെങ്കിൽ നല്ലൊരു വിവാഹം,
അതായത് നല്ലൊരു കല്യാണത്തിന് വേണ്ടി മുന്നോടിയായിട്ട് നമുക്ക് നല്ലൊരു ഒരുക്കം, നല്ലൊരു ബാങ്ക് ബാലൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളുടെ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ പെങ്ങളുടെ കല്യാണമോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം നമ്മുടെ തന്നെ സ്വന്തം കല്യാണമോ അതിനുവേണ്ടി സ്വരുക്കൂട്ടുക, മാതാപിതാക്കളെ സംരക്ഷിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ മിക്കവരുടെ ആഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ട്, നമുക്ക് നല്ലൊരു പൊതുസേവ, അതായത് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക, അതിനൊക്കെ നമുക്ക് പൈസ വേണം. അപ്പോൾ ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിനുള്ളിലേക്ക് ഈ ഒരു കാര്യങ്ങൾ ചെല്ലുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യും ഈ പൈസ കൊണ്ടിട്ട്, അപ്പോൾ എനിക്ക് ഇന്നതൊക്കെ ചെയ്യാനുണ്ട്, പിന്നെ ഞാൻ ദൈവത്തിന് വേണ്ടി ഒരു സമർപ്പണം അതും ചെയ്യും. എല്ലാം നമ്മുടെ സെൽഫിഷായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാതെ ഈ ഒരു പൈസ കൊണ്ടിട്ട് ഞാൻ നല്ലത് വേണ്ടിയും ചെയ്യും. പാവപ്പെട്ടവർക്ക് സഹായം അതും എനിക്ക് കൊടുക്കണം. എൻ്റെ ഈ തുച്ഛമായ വരുമാനത്തിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ഒരു രൂപ പോലും കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വരുമ്പോൾ സ്വാഭാവികമായും സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ആഗ്രഹത്തെ അംഗീകരിക്കും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെപ്പറ്റി ചിന്തിക്കും, ഇവൾ നല്ലൊരു വ്യക്തിയാണ്, ഇവൻ നല്ലൊരു വ്യക്തിയാണ്, ഇവൾക്ക് ഞാനിത് കൊടുത്താൽ ഇവൾ നല്ലത് ചെയ്യും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അത് എത്തിക്കാനുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇപ്പം നമ്മൾ എന്തിനാണ് പള്ളികളിലും അമ്പലങ്ങളിലും പോയി നേർച്ചയും കാഴ്ചയൊക്കെ ചെയ്യുന്നത്? നമ്മൾ ദൈവത്തോട് ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവത്തോട് നമ്മൾ പ്രതിജ്ഞ ചെയ്യുകയാണ്, എനിക്കിത് ചെയ്തു തന്നാൽ ഞാൻ ഇത് ഇങ്ങനെ ചെയ്തേക്കാം, ഞാൻ 100 ഉരുളി അമർത്തിയേക്കാമെന്നോ, അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ, ഇപ്പം ഞങ്ങളുടെ നൊവേന എത്തിച്ചേക്കാം, അല്ലെങ്കിൽ നേർച്ച ഊണ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഒരു ചാക്ക അരി, അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ നേരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൽ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, നമ്മളോട് തന്നെ ഒരു പ്രതിജ്ഞ ചെയ്യുക. അപ്പോൾ നമ്മളോട് തന്നെ നമ്മൾ എന്ത് പ്രതിജ്ഞ ചെയ്യണ്ടേ? എനിക്ക് ഈ 1 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നത് ചെയ്തേക്കാം, ഞാൻ നല്ലൊരു വ്യക്തിയാണ്, എനിക്ക് ഇങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, അതിനൊന്നും എനിക്കിപ്പോൾ കിട്ടുന്ന തുകയൊന്നും എനിക്ക് നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ. നമ്മളിപ്പോൾ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്കും പിച്ചക്കാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ പാവപ്പെട്ട അപ്പന്മാരെയൊക്കെ കാണുമ്പോൾ എന്തിനും കൊടുക്കാം എന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കാറില്ലേ? പക്ഷെ നമ്മൾ അതേ നിമിഷം നമ്മൾ ചിന്തിക്കും, എൻ്റെ കയ്യിൽ ഇത്രയല്ലേ ഉള്ളൂ, അയ്യോ ഞാൻ ഇത് കൊടുത്താൽ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോകും. നമുക്ക് കുറേ കൊടുക്കണമെന്നുണ്ടാവും, അനാഥാലയങ്ങളിലൊക്കെ കൊടുക്കണമെന്നുണ്ടാവും, അങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്കിത് കൊടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ നമ്മളോട് ചെയ്യുന്ന പ്രതിജ്ഞയാണ്, ഞാൻ ഇതൊക്കെ ചെയ്തേക്കാം. ഇതെല്ലാം ചെയ്തു വന്ന് നമ്മളിതെല്ലാം എഴുതി വരുമ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ കിടക്കും. അത് എത്തിച്ചേരാനുള്ള എല്ലാ കാര്യങ്ങളും പ്രപഞ്ചം നമുക്ക് ഒരുക്കിത്തരും. അത് നമ്മളിൽ എത്തുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കുറച്ച് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. എല്ലാത്തിനും ഏത് സംരംഭത്തിനും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട് അല്ലേ? ഒരു ആപ്ലിക്കേഷനാണ് ഈ എഴുത്ത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു, സബ് കോൺഷ്യസ് മൈൻഡ് സ്വീകരിച്ചു, അത് നടത്താനുള്ള കാര്യം സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്തോളും. അപ്പോൾ ഇത്രയെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. ഏറ്റവും കുഞ്ഞു കാര്യങ്ങൾ പരീക്ഷിക്കുക. ദൈവം നിങ്ങളിൽ സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ, ഇത് തീർച്ചയായിട്ടും ഫലിക്കും. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. താങ്ക്